ആശാ വർക്കേഴ്സിന്റെ സമരത്തെ പിന്തുണച്ച് എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരും രംഗത്തു വരികയാണ്. സമരം ചെയ്യുന്നവരെ അധിക്ഷേപിക്കാനും സമരത്തെ അടിച്ചമർത്താനുമുള്ള നീക്കത്തിൽ നിന്ന് സർക്കാർ പിന്മാറണം. സംഘടിക്കാനും സമരം ചെയ്യാനുമുള്ള പ്രാഥമിക അവകാശത്തെ പോലും ചോദ്യം ചെയ്യുകയാണ് ഭരണാധികാരികളെന്നും വാർത്താക്കുറിപ്പിൽ വിമർശനം ഉന്നയിച്ചു. ഷഹദ് റഹ്മാൻ കോഴിക്കോട്ട് നിന്ന് വിവരങ്ങൾ നൽകാറുണ്ട്. ഷഹദ്, പലയിടങ്ങളിൽ നിന്നും ആശാ വർക്കർമാരുടെ ഈ സമരത്തിന് വലിയ പിന്തുണ വരുന്നുണ്ട്. അതിന് പിന്നാലെയാണല്ലോ സാംസ്കാരിക പ്രവർത്തകരുടെയും എഴുത്തുകാരുടെയും പിന്തുണ. അവർ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ എന്താണ് പറയുന്നത്? ഗോപി, അല്പസമയം മുൻപാണ് ഈ വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയത്. ഇതിൽ നമുക്ക് ഒരു സാംസ്കാരിക പ്രവർത്തകരെയോ അല്ലെങ്കിൽ എഴുത്തുകാരെയോ എടുത്തു പറയാൻ സാധിക്കില്ല. കാരണം 100-ലധികം ആളുകളുടെ പേര് വിവരങ്ങൾ ഈ വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട്. അപ്പോൾ അവരെല്ലാവരും കൂടിച്ചേർന്ന് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പാണ് എന്നുള്ള കാര്യം ആദ്യം പറയട്ടെ. കെ സച്ചിദാനന്ദൻ, അതുപോലെ തന്നെ കെ ജി ശങ്കരപിള്ള, സുഭാഷ് ചന്ദ്രൻ ഉൾപ്പെടെ നിരവധി പേരാണ് ഇത്തരത്തിൽ ഇപ്പോൾ ഈ ആശാ വർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. അതിൽ സർക്കാരിനെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളും ഉന്നയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം സമരം തീർപ്പാക്കണം എന്നുള്ളതാണ് സർക്കാരിനോട് പറയാനുള്ളത്. ആശാ വർക്കർമാരുടെ സേവനം വിലമതിക്കാനാകാത്തതാണ്. ആശാ വർക്കർമാർ ഉന്നയിക്കുന്ന ആവശ്യങ്ങളെക്കുറിച്ച് അവരുമായി ചർച്ച ചെയ്യുന്നതിന് പകരം അവരെ പരിഹസിക്കുകയും അധിക്ഷേപിക്കുകയും ഭീഷണിപ്പെടുത്തുകയുമാണ് ചെയ്യുന്നതെന്നും അത് ആരോഗ്യമന്ത്രി, അതുപോലെ തന്നെ ധനകാര്യമന്ത്രി, ചില CPM, CIT നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പ്രവണത തുടർന്നു വരുന്നു എന്നുള്ള കാര്യവും പറയുന്നു. സംഘടിക്കാനും അതുപോലെ തന്നെ സമരം ചെയ്യാനുമുള്ള പ്രാഥമിക അവകാശത്തെ പോലും ചോദ്യം ചെയ്യുകയാണ് ഭരണാധികാരികൾ എന്ന കാര്യവും പറഞ്ഞു വെക്കുന്നു. പോലീസിനെ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്താനുള്ള ബാലിശവും പരിഹാസവുമായ നീക്കമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗോപി സൂചിപ്പിച്ചതുപോലെ തന്നെ ആശാ വർക്കർമാരുടെ സമരത്തിന് പിന്തുണയേറുന്നു. ഈ വിഷയത്തിൽ സർക്കാർ അടിയന്തരമായി ചർച്ച നടത്തുകയും അവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കുകയും വേണം എന്നുള്ളതാണ് വാർത്താക്കുറിപ്പിന്റെ ചുരുക്കം. ഷഹദ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട്ട് നിന്ന്.